സോ വാട്ട് നെക്സ്റ്റ്? നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ അവസാനിച്ചപ്പോൾ എല്ലാവർക്കും ഉള്ള ഒറ്റ ചോദ്യമാണ് ഇനി എന്ത്, ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളത്. ഓൾറെഡി റൂമേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിയുടെ കാര്യമാണെങ്കിലും ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യമാണെങ്കിലും ഓൾറെഡി അവർ കുറേ സൈനികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പെട്ടെന്ന് സ്റ്റെപ്പ് എടുത്താലേ നമുക്ക് അടുത്ത സീസൺ ഒന്ന് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഡ്യൂറൻഡ് കപ്പും സൂപ്പർ കപ്പിൻ്റെ ഓൾറെഡി ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഡ്യൂറൻഡ് കപ്പിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും ഒന്നെങ്കിലും ഒരു ബി ടീമാണ് പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ഥാനത്തേക്ക് മെയിൻ ടീമിനെ ഇറക്കി മെയിൻ ടീമിനെ കൂടുതൽ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ആക്കണമെന്നാണ് എല്ലാവരുടെയും ഇൻക്ലൂഡിങ് ഫാൻസിൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത്. നമുക്കറിയാം മോഹൻ ബഗാനും അതുപോലെ മറ്റ് ടീമുകളൊക്കെ ഡ്യൂറൻഡ് കപ്പിന് അവരുടെ മെയിൻ സ്ക്വാഡ് തന്നെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രീ സീസൺ പോലെ അത് കളിക്കാനും പറ്റും. ഫോറിൻ പ്ലേയേഴ്സിന് ഇന്ത്യൻ പിച്ചസിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് നമ്മൾ അവരുടെ മെയിൻ ടീമിലെ പെർഫോമൻസിലും കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്തിട്ടുമില്ല. സോ നമ്മൾ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു നല്ല ടീം അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ടീമാണെങ്കിൽ എനിക്ക് ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതിൽ ആദ്യമായി വരുന്നത് ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള 1-2 ഫോറിനേഴ്സ്, പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ്, അതുപോലെ തന്നെ നല്ല ബാക്കപ്പ് ഓപ്ഷൻസും. നമുക്കറിയാം ഈ വർഷം പല പ്ലേയേഴ്സിനും ഇഞ്ചുറി ആയിട്ടിപ്പോൾ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഇല്ലാത്ത നമ്മൾ മാക്സിമം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചില പ്ലേയേഴ്സിനെ പൊസിഷൻ മാറ്റി കളിപ്പിക്കേണ്ട അവസ്ഥ പോലും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസ്ഥ അടുത്ത വർഷം വരില്ല. അതുപോലെ തന്നെ നമുക്കറിയാം മുംബൈ സിറ്റിയുടെയും ചെന്നൈയിൻ എഫ് സിയുടെയും അതുപോലെ മോഹൻ ബഗാൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷൻ കൂടുതലും ഇന്ത്യൻ പ്ലേയേഴ്സിനും ഫോറിൻ പ്ലേയേഴ്സിനും ഒരേപോലെയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് അത് വെറും 8-10% മാത്രമാണ് ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഉള്ളത്. അതിലും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഡാനിഷ് ഫാറൂഖ് എന്നുള്ള കാര്യം നമ്മളന്ന് ഓർത്തിരുന്നു കൊള്ളാം. അതേസമയം നമ്മൾ മുംബൈ സിറ്റിയുടെയോ ചെന്നൈ എഫ് സിയുടെ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരുടെയും ബാലൻസ്ഡ് ആണ്. ഇന്ത്യൻ പ്ലേയേഴ്സിനും ഫോറിൻ പ്ലേയേഴ്സിനും ഒരേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെ തന്നെ വേണം നമ്മളും അടുത്ത വർഷം ഒരു ടീം ഒരുക്കാൻ. നമുക്കറിയാം ഒരു പ്ലെയറിലേക്ക് മാത്രം ഡിപ്പെൻഡ് ആകുന്നത് എന്തുമാത്രം അബദ്ധമാണെന്നുള്ളത്. നമ്മൾ ഡിമിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു, നമ്മളത് പ്ലേ ഓഫിൽ മാക്സിമം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഗോൾ അടിച്ചു, എന്നാലും ഡിമിയുടെ മിസ് നമുക്ക് എന്തുമാത്രം ഉണ്ടായിരുന്നു നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ സംഭവം അടുത്ത വർഷം വരാതെ നമ്മൾ നോക്കണം. ഇനി നമ്മൾ ISL എക്സ്പീരിയൻസ് പ്ലെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ നോഹ സദോയെ ഒരു 2 വർഷ കോൺട്രാക്റ്റിൽ ഒപ്പിട്ടെന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കൺഫേം ആയിട്ടില്ല, എന്നാലും നോഹയെ കൊണ്ടുവന്നാൽ നമുക്കത് വലിയൊരു അഡീഷൻ തന്നെയാണ്. എന്നാൽ നമ്മുടെ കോച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒഡീഷ എഫ് സിക്കെതിരെ ആ പ്ലേ ഓഫ് കഴിഞ്ഞപ്പോൾ. സോ ഇദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഓൾറെഡി പെപ്പർ അഡീമയൊക്കെ അടുത്ത വർഷം തുടരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നോഹയും കൂടെ വന്നു. പിന്നെ നമ്മുടെ കോച്ച് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജോഷുവ സട്ടോറിയും നമ്മുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും, അദ്ദേഹം ടീമിനോടൊപ്പം ചേരുമെന്നുള്ളത്. സോ ഇവരെല്ലാം കൂടെ എങ്ങനെ വരും, എങ്ങനെ കളിക്കും നമ്മളൊന്ന് നോക്കിക്കാണാം. അതും ഇപ്പോൾ ഒരു വെറും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. സോ ഇതിൽ ആരൊക്കെ തുടരും, ആരൊക്കെ ആയിരിക്കും അടുത്ത വർഷം കളിക്കാൻ പോകുന്നത് നമ്മൾ നോക്കണം. പിന്നെ ഡൈസുക്കെ സക്കായും ടീം വിടുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഒരു ഏഷ്യൻ ഒരു ഫോർവേഡിനെയാണ് പ്രിഫർ ചെയ്യുന്നത്, അതോ ഡിഫൻസിലേക്കാണോ നോക്കണം. കാരണം ലെസ്കോവിച്ചും ടീം വിടുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സീസണിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം കൂടാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗോൾ അടിക്കാൻ ഇന്ത്യൻ പ്ലേയേഴ്സൂടെ സഹായിച്ചില്ലെങ്കിൽ ഒരു ടീമിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഫോറിൻ പ്ലേയേഴ്സിന് മാത്രമായിട്ട് ഒരു ടീമിനും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ISL പൊക്കോണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് ഇന്ത്യൻ ഫുട്ബോൾ നല്ലതാണ്, നമുക്കും നല്ലതായിട്ട് തന്നെ വരുള്ളൂ. ബട്ട് ഇന്ത്യൻ പ്ലേയേഴ്സ് ഗോൾ സ്കോർ ചെയ്യണം. പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫേഴ്സ് നടത്തുക, പെട്ടെന്ന് തന്നെ പ്ലേയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കുക, പെട്ടെന്ന് തന്നെ പ്രീ സീസൺ തുടങ്ങുക. നമ്മുടെ ഡ്യൂറൻഡ് കപ്പ് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. നമുക്കറിയാം എപ്പോഴും നമ്മുടെ കോച്ചും അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റും ഡ്യൂറൻഡ് കപ്പും സൂപ്പർ കപ്പൊക്കെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ കാണുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് ഇച്ചിരി സീരിയസ് ആക്കി എടുത്ത് മെയിൻ സ്ക്വാഡിനെ തന്നെ ഇച്ചിരി സീരിയസ്നെസ്സിൽ വിട്ടാൽ ഇച്ചിരി റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കൺസിസ്റ്റൻറ്റ് ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, നമുക്ക് ഗോൾ അടിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല. നമുക്ക് നിഹാൽ, ഇഷബ് പണ്ഡിത, രാഹുൽ, അങ്ങനെ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട്. എന്നാൽ അവരാരും പെർഫോം ചെയ്യാതെ പോയത് തന്നെയാണ് നമുക്ക് ഈ സീസണിൽ ഒരു അടിയെന്ന് പറയാൻ പറ്റിയത്. അവർക്ക് കൂടുതൽ ഗെയിം ടൈം കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡ്യൂറൻഡ് കപ്പൊക്കെ ഇച്ചിരി സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അവർക്കൊക്കെ കൂടുതൽ ചാൻസും കൊടുക്കണം. നമ്മൾ പ്രീ സീസൺ നല്ലപോലെ തന്നെ തയ്യാറാകണം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിലേക്ക് നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.